കഴിഞ്ഞ സെഷനിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ജാവാസ്ക്രിപ്റ്റ് കോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന, നമുക്കറിയാം ഏത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോഡ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു എഡിറ്റർ ഉപയോഗിക്കുന്നുണ്ടാവും. ടെക്സ്റ്റ് ഫയൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡ് അല്ലെങ്കിൽ നോട്ട് പാഡ് പോലത്തെ ഏതെങ്കിലും എഡിറ്റർ ഉപയോഗിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് കോഡിങ്ങിനാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ എഡിറ്റേഴ്സ് ഉണ്ട്. അതിൽ ജാവാസ്ക്രിപ്റ്റിനാണെങ്കിൽ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻ്റ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു എഡിറ്ററാണ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഗൂഗിളിൽ വരിക, അവിടെ വന്നിട്ട് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്നുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് code.visualstudio.com എന്ന് പറയുന്ന ഒരു സൈറ്റിലെത്തും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിനെ ഈ എഡിറ്റർ ഡൗൺലോഡ് ചെയ്യാം. നോർമൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ സിമ്പിളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള ഏതെങ്കിലും ഒരു ഫോൾഡർ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. ഈ സോഫ്റ്റ്വെയർ ഓൺ ചെയ്യാം. എന്നിട്ട് അതിൽ ഫയൽ മെനുവിൽ പോകാം, ഓപ്പൺ ഫോൾഡർ കൊടുക്കുക. നിങ്ങളുടെ സി ഡ്രൈവിലോ ഡി ഡ്രൈവിലുള്ള ഏതാണോ നിങ്ങളുടെ ഫോൾഡർ, ആ പെർട്ടിക്കുലർ ഫോൾഡർ ലൊക്കേഷനിലോട്ട് പോവാം. എന്നിട്ട് ആ ഫോൾഡറിന് നിങ്ങൾ ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ വർക്ക് സ്പേസിൽ പോയിട്ട് JS പ്രാക്ടീസ് എന്ന് പറയുന്ന സിയിൽ വർക്ക് സ്പേസ് എന്ന് പറയുന്ന ഫോൾഡറിൽ JS പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഞാൻ ആൾറെഡി ഉണ്ട്. ഞാനത് സെലക്ട് ചെയ്യാം. ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ ഞാനൊരു JS ബേസിക്സ് എന്നുള്ള രീതിയിലുള്ള ഒരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ സെലക്ട് ഫോൾഡർ കൊടുക്കുക. അപ്പോൾ ആ ഫോൾഡർ ഇവിടെ ഓപ്പൺ ചെയ്യും. ഇപ്പോൾ ആ ഫോൾഡർ എംപ്റ്റി ആണ്, അതിൽ ഒരു ഫയൽസും ഇല്ല. അപ്പോൾ ന്യൂലി ക്രിയേറ്റ് ചെയ്തൊരു ഫോൾഡറാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ജാവാസ്ക്രിപ്റ്റ് ഫയൽസും HTML ഫയൽസും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ വന്നിട്ട് ആദ്യം ഒരു index.html എന്ന് പറയുന്നൊരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. അതിൽ ഞാനൊരു HTML സാമ്പിൾ HTML എന്നിട്ട് ഞാൻ കൊടുക്കുന്നു. ഹെഡ് സെക്ഷൻ എംപ്റ്റി ആണ്. ഓക്കെ, ഈ ഒരു നിങ്ങൾക്ക് ഈ VS കോഡിൽ വന്നു കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ലൈവ് സെർവർ എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഈ വയലറ്റ് കളറിൽ കാണുന്നതാണ്, അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് HTML ഫയലിനല്ല നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓപ്പൺ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ HTML ഫയലിൽ നമുക്കിവിടെ ബ്രൗസറിൽ ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നമുക്കൊരു സ്ക്രിപ്റ്റ് ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് അവിടെ നമുക്ക് കോഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് JS ഫയൽ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ഇതിനിവിടെ റെഫറൻസ് ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ ഇപ്പോൾ ID എന്താണെന്നുള്ളത് നോക്കി, ID നമ്മൾ VS കോഡ് എങ്ങനെ ഉപയോഗിക്കാം, എക്സ്റ്റൻഷൻ ഏതാ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതെല്ലാം നമ്മൾ നോക്കി. പിന്നെ നിങ്ങൾക്ക് HTML-ആണെങ്കിൽ നിങ്ങൾക്ക് HTML ഹെൽപ്പ് ചെയ്യുന്ന വേറെയും എക്സ്റ്റൻഷൻസ് ഉണ്ട്. HTML എന്നുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു എക്സ്റ്റൻഷനാണ് HTML CSS സപ്പോർട്ട് എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ജാവാസ്ക്രിപ്റ്റിൻ്റെ സ്ക്രിപ്റ്റിങ്ങിന് വേണ്ടി ഞാനിവിടെ നമ്മൾ നോർമലി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്, സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഡെവലപ്പർക്ക് അതിൻ്റെ വാല്യൂസ് കാണാൻ, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ വാല്യൂസ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം നോക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ജാവാസ്ക്രിപ്റ്റിൽ ബിൽട്ടനായിട്ട് വരുന്ന ഒരു സംഭവമാണ് കൺസോൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഇതിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ console.log_off എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഹലോ എന്നുള്ളത് കൊടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ഒരു മെസ്സേജ് ഇവിടെ കൊടുക്കുകയാണ്. എന്നിട്ട് ഈ സൈറ്റിനെ ഞാനിവിടെ ബ്രൗസറിൽ ഞാൻ നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്. ഇത് നമ്മൾ ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഡെവലപ്പർ ടൂൾസ് ആണ്. ക്രോമിലും എഡ്ജിലും എല്ലാത്തിലും ഇത് ഡെവലപ്പർ ടൂൾസ് അവൈലബിൾ ആണ്. ഇങ്ങനെ നമ്മൾ ഡെവലപ്പർ ടൂൾസിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കൺസോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ കൺസോൾ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ ഞാനിവിടെ ഈ console.log എന്ന് പറഞ്ഞ് കൊടുക്കുന്ന മെസ്സേജ് എനിക്കിവിടെ കാണുന്നുണ്ട്. ഹലോ എന്ന് പറയുന്ന മെസ്സേജ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇതേപോലെ നമുക്ക് console.warn എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. warn എന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റും.
വാർണിംഗ് എന്തെങ്കിലും കാണിക്കണമെങ്കിൽ നമുക്കിത് മെസ്സേജ് ഇവിടെ കാണിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ വാർണിംഗ് ആണെങ്കിൽ ഇതിന് ശരിക്കും ഈ വാർണിങ്ങിൻ്റെ ഒരു സിമ്പലും ഉണ്ടാവും. അതേപോലെ ആ മെസ്സേജ് ഒരു യെല്ലോ ബാക്ക്ഗ്രൗണ്ട് കളർ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അതേപോലെ നമുക്ക് എന്തെങ്കിലും എറർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, എറർ മെസ്സേജ് കാണിക്കണം എന്നുണ്ടെങ്കിൽ കൺസോൾ ഡോട്ട് ലോഗ് എന്നുള്ളതിന് പകരം കൺസോൾ ഡോട്ട് എറർ ഓഫ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ മെസ്സേജ് കൊടുക്കാൻ പറ്റും. ഇതെല്ലാം നമ്മൾ ഡിഫറെൻറ്റ് സിനാരിയോയിൽ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എറർ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു റെഡ് കളറിൽ നമുക്ക് എറർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ കൺസോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ബ്രൗസറിലുള്ള ഈ ഡെവലപ്പർ ടൂൾസിലുള്ള കൺസോൾ എന്ന് പറയുന്ന സെക്ഷൻ ശരിക്കും നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കോഡ് ചെയ്യുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഓക്കെ, ഇനി ഞാനിവിടെ വന്നിട്ട് ഞാനൊരു 2 നമ്പർ ആഡ് ചെയ്യാനുള്ള ഒരു കോഡ് ചെയ്താണ്. അപ്പോൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ഞാനിവിടെ കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് പറഞ്ഞിട്ട് എനിക്കിവിടെ എന്ത് ചെയ്യാം, ഈ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് എല്ലാം കൊടുക്കാൻ പറ്റും. അരിത്മെറ്റിക് ഓപ്പറേഷൻസിന് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ നമുക്ക് എന്തൊക്കെയുള്ളത്, പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ഉള്ളതുണ്ട്, ഡിവിഷനിലെല്ലാം ഉള്ളത്. അപ്പോൾ ഈ ഞാൻ 10+20 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ റിസൾട്ട് എന്താണോ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ കൺസോളിൽ നമുക്ക് അതിൻ്റെ വാല്യൂസിനെ കാണാൻ പറ്റുക. അവിടെ 30 എന്നുള്ള വാല്യൂ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ കൺസോൾ ഡോട്ട് ലോഗിൽ നമുക്ക് എത്ര മെസ്സേജ് ആണെങ്കിലും എത്ര വാല്യൂസിനെ ആണെങ്കിലും നമുക്ക് ലോഗ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ 10+20, പിന്നെ 20 -10, ഞാൻ 10 × 40, ഇങ്ങനെ എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെസ്സേജസ് കൊടുക്കാൻ പറ്റും. റിസൾട്ട് എനിക്ക് എന്ത് ടൈപ്പ് വാല്യൂസ് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ കൊടുത്ത നമ്പറും അതിൻ്റെ ഓപ്പറേഷൻസ് ആണ്. ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒരു ഡബിൾ കോട്ട്സിനുള്ളിലൊരു കുറച്ച് ആൽഫബറ്റിക് ലെറ്ററാണ് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും. അതെല്ലാം നമുക്ക് ഇവിടെ കാണാനും പറ്റും. ഇപ്പം ഈ 10+20 കാൽക്കുലേറ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് 30 ഇവിടെ കണ്ടു. അതേപോലെ 20 - 10, അതേപോലെ 10 × 40 എന്നുള്ള റിസൾട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് കൊടുത്ത മെസ്സേജ് അതേപോലെ തന്നെ ഇവിടെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. കൺസോൾ ഡോട്ട് ലോഗിൽ എത്ര വാല്യൂസ് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ ഈ ഹെലോ എന്നുള്ളത് കൊടുത്തതിൻ്റെ കൂടെ തന്നെ ഹെലോ വേൾഡ് എന്നുള്ളത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 3 വാല്യൂസ് കൊടുത്തിട്ടുണ്ട്, കോമ സെപ്പറേറ്റ് ആക്കിയിട്ട്. അതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കോമ കാണാനുണ്ടാവില്ല, പക്ഷേ നമുക്ക് ആ വാല്യൂസിന് ഒരു സ്പേസ് വെച്ച് ഒരു സ്പേസിങ് വെച്ചിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിനെ കാണാൻ പറ്റും. ഇപ്പോൾ ഈ കൺസോൾ എന്ന് പറയുന്ന ഡെവലപ്പർ ടൂൾസിലെ കൺസോൾ എന്ന് പറയുന്നത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത വാല്യൂസ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് കൺസോൾ ഡോട്ട് ലോഗ് വെച്ചിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്യാം. അത് നമുക്ക് ഡെവലപ്പേഴ്സിന് ഇവിടെ ഡെവലപ്പർ ടൂൾസിൽ കൺസോൾ എന്ന് പറയുന്ന ടാബിൽ വന്നിട്ട് അതെല്ലാം കാണാൻ പറ്റും. ഓക്കെ.